നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാവുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ എക്സ്ട്രാ വീഡിയോസ് ഇടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ 1-2 ദിവസം കൂടുമ്പോൾ, എല്ലാ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴും ഞാൻ അതിലിടുന്നുണ്ട്. ഓക്കെ, സോ സ്പെഷ്യൽ ഗൈഡൻസ് നിങ്ങൾക്ക് അതിൽ കൂടി കിട്ടും. എനിവേ, നമുക്ക് റീഡിങ് എന്നത്തെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ? കോഫിൻ. ഓ, ഓക്കെ. സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിംസ്. രണ്ടും വന്നു. ഓക്കെ, സെഡക്ഷൻ, ക്യാമറ. ഓക്കെ, തൽക്കാലം ഇത്ര എടുക്കുന്നുണ്ട്, ബാക്കി പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങൾ തമ്മിലൊരു എൻഡിങ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, എൻഡിങ് എന്ന രീതിക്കാണ്. എൻഡിങ്സ് ബ്രിങ് ന്യൂ ബിഗിനിങ്സ്, ഗ്രോത്ത്, ചേഞ്ച്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയാണെങ്കിൽ, ഓക്കെ, സെപ്പറേഷൻ ആണ്, എൻഡിങ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു റിന്യൂവൽ വരും തീർച്ചയായിട്ടും. ആദ്യത്തെ കാർഡ് തന്നെ നമുക്ക് അതാ വന്ന്. കോഫിൻ എന്ന് പറയുമ്പോൾ എൻഡിങ്, ഇത് ഫുള്ളി എൻഡിങ് അല്ല, ഡെഫിനറ്റ്ലി. ഓക്കെ, ഒരു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം ദാറ്റ് ഇല്ല, അവസാനിച്ചു, ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നും പറയുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അല്ല. ഓക്കെ, ഇതൊരു ടോട്ടൽ എൻഡിങ് അല്ല. ഇന്നത് വഴക്കിട്ടു, നാളെ തന്നെ വന്ന് സംസാരിച്ചു, അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെയല്ല. അറ്റ്ലീസ്റ്റ് പക്ഷെ ഇത് എൻഡിങ് അല്ല, തീർച്ചയായിട്ടും ഒരു തിരിച്ചു വരും എന്ന രീതിക്ക് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ ആണ് എനിക്ക് കാണുന്നത്. എന്തായാലും എനിക്ക് ഒരു ന്യൂ ബിഗിനിങ് വരും എന്ന് പറയുന്നുണ്ട്. ഇവിടെ സോൾമേറ്റ് കാർഡുണ്ട്, ട്വിൻ ഫ്ലെയിം കാർഡുണ്ട്. സോ രണ്ടും ആവാം. നിങ്ങൾ കുറച്ച് പേര് ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാവാം, കുറച്ച് പേര് സോൾമേറ്റ്സ് ആയിരിക്കാം. എനിക്കിപ്പോൾ ആക്ച്വലി കുറച്ചായിട്ട് ട്വിൻ ഫ്ലെയിം കാർഡ് കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ആണ്. അതായത് നിങ്ങൾ പൂർവ്വജന്മത്തിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന രീതിക്കാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും ആ ഒരു നമ്മൾ പറയില്ല സോൾ ബോണ്ട് തന്നെയാണ്. ഇവിടെ ട്വിൻ ഫ്ലെയിംസും ആവാം നിങ്ങൾ കുറച്ച് പേര്. ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് പറയുമ്പോൾ അതായത് നിങ്ങളൊരു ഒരു സോളിൻ്റെ പാർട്ട് എന്നൊക്കെ പറയും അതിന്. സോ അത്രയും മേ ബി കുറച്ച് പേര് നിങ്ങൾ ആ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ഒരല്പം എന്താണെന്ന് വെച്ചാൽ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേണി ആയിരിക്കില്ല. ഓക്കെ, വളരെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. സോ മേ ബി നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരായിരിക്കാം. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഈ സെപ്പറേഷൻ വളരെ കോമൺ ആണ്. ഇടയ്ക്കിടയ്ക്ക് സെപ്പറേഷൻ വരലും, ഒരു അകൽച്ച വരലും, വീണ്ടും അടുക്കുക, അങ്ങനെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ടാവും ട്വിൻ ഫ്ലെയിംസിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വളരെ ഒരു സ്ട്രോങ് അട്രാക്ഷൻ, സ്ട്രോങ് പാഷൻ. ഇപ്പം നിങ്ങൾ തമ്മിൽ പക്ഷെ അതിൽ കാർമിക്കും ട്വിൻ ഫ്ലെയിമും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 1-2 തവണയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു കാർമിക് തമ്മിൽ ഒരു വ്യത്യാസമായിട്ടുണ്ട്. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ട് വയ്ക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് അത് കാണാം. സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1-2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു സിമ്പിൾ കാര്യം ഞാനത് ഐ തിങ്ക് എല്ലാ തവണയും ഞാൻ എടുത്ത് പറഞ്ഞേ പറ്റൂ. ബിക്കോസ് ചിലവർ നിങ്ങളെ കാർമിക്കിനെ പോലും നിങ്ങൾ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആയിട്ട് നിങ്ങളെ കണക്കാക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് ഓരോ തവണയും ഞാനിത് പറയാൻ ശ്രമിക്കുകയാണ്. സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെങ്കിൽ, ഓക്കെ, സോൾമേറ്റ് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. ട്വിൻ ഫ്ലെയിംസും കുറച്ച് ഹാർഡാണ്. അതിൽ അപ്പ് ആൻഡ് ഡൗൺ കൂടുതലാണ്. അതിലൊരു നമ്മൾ വേദനകൾ കൂടുതലാണ്, ടെൻഷൻസ്, സ്ട്രെസ്, അങ്ങനത്തെ എല്ലാം അപ്പ് ആൻഡ് ഡൗൺ വളരെ ഇതാണ് ട്വിൻ ഫ്ലെയിംസിൽ കൂടുതലാണ്. പക്ഷേ കാർമിക് എന്ന് പറയുമ്പോൾ കാർമിക് ആയിട്ടുള്ള കണക്ഷൻസ് ആണെങ്കിൽ ഓക്കെ, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ സോൾമേറ്റ് ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് പോകും. നിങ്ങൾ വല്ലാതെ സെപ്പറേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ശരിക്കും ഡൗൺ ഫീൽ ചെയ്യും. നിങ്ങളൊരു ഡിപ്രഷൻ ലെവൽ വരെയൊക്കെ പോവാം. ഓക്കെ, പക്ഷേ അതിൽ നിന്ന് ആ ഒരു ഫേസ് നിങ്ങൾ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഒരു 1-2 ദിവസത്തെ കഥയൊന്നുമല്ല ഞാൻ ഈ പറയുന്ന, മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുക്കാം. ഓക്കെ, ആ ഒരു ഡിപ്രഷൻ നിങ്ങൾ മേലെ വരാൻ തുടങ്ങും. ഓക്കെ, കുറച്ച് പേർക്ക് ചിലവർക്ക് വളരെ ഫാസ്റ്റ് ആയിരിക്കും, ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ വരും. കുറച്ച് പേർക്ക് ചിലപ്പോൾ അത് മാസങ്ങളൊക്കെ എടുക്കാം. ആ ഡിപ്രഷൻ ഫേസിൽ നിന്ന് നിങ്ങൾ മേലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്ന് ഓക്കെ, നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ സ്ട്രോങ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിലും അല്ല ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ ഇതെങ്ങനെ അങ്ങനെ നല്ല കേട്ടോ. ഓക്കെ, ഇത് അതിൻ്റെതായ സമയം ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് പലതും ലൈഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലവർക്ക് ജോലി വല്ല കരിയറിലൊക്കെ കയറും, നിങ്ങൾക്ക് അതിൽ ബെറ്റർ ആവാൻ തുടങ്ങും, നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടാൻ തുടങ്ങും,
അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നിങ്ങളുടെ ഒരു സോൾ പർപ്പസിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടുക. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഈവൻ സ്പിരിച്വൽ ഗ്രോത്ത് വരും നിങ്ങൾക്ക്. നിങ്ങൾ കുറേ യൂണിവേഴ്സിലേക്ക് അടുക്കും, ദൈവത്തിലേക്ക് അടുക്കും, നിങ്ങൾ ഭക്തി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുറേ വരും. സോ അതൊക്കെ സംഭവിച്ച് നിങ്ങളൊരു യെസ് സങ്കടങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, പേഴ്സൺ ഇല്ല കൂടെ എന്നുള്ള സങ്കടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഭാഗത്ത്. പക്ഷെ നിങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാർമിക് ആണെങ്കിൽ, ഓക്കെ, ഇത് പ്രത്യേകം പ്ലീസ് നിങ്ങൾ നോട്ട് ചെയ്യൂ. ഞാൻ ഇത് റീഡിങ്ങിൽ ഐ തിങ്ക് അവിടെ മെൻഷൻ ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ, കാർമിക് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ ഇപ്പം ഇങ്ങനെ ഞാൻ പറയില്ലേ ഡൗണ് പോവുക, നമ്മൾ ഒരു എന്താ പറയുക ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം ഡിപ്രഷനിലേക്കൊക്കെ നിങ്ങൾ പോകുന്ന അങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ വല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യും. എന്ന് മാത്രമല്ല ആക്ച്വലി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവോൾവ് ആവില്ല. ഓക്കെ, നിങ്ങൾ വീണ്ടും കൂടുതൽ 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 നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ വല്ലാത്തൊരു ഡൗൺ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ കാർമിക് എന്ന് നിങ്ങളിങ്ങനെ അതിൽ നിന്ന് പുറത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാനേ സാധിക്കില്ല. ഓക്കെ, അത്രത്തോളം നിങ്ങൾ അതിൽ പെട്ട് ശരിക്കും നിങ്ങൾ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് ഈവൻ ഹെൽത്ത് വൈസ് എഫക്റ്റ് ആവാനും അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി എഫക്റ്റ് ആവാനും ഒക്കെയുള്ള സാധ്യതകളാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ സൈൻ ദാറ്റ് നിങ്ങളൊരു കാർമിക്കൽ സിറ്റുവേഷനിലാണ് എന്ന്. പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഈ റീഡിങ്ങിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓക്കെ 90% ആൾക്കാരും നിങ്ങളൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ തന്നെ ആയിരിക്കും, കാർമിക്കിലായിരിക്കില്ല. ഓക്കെ, അത് ഞാനൊരു ഗ്യാരണ്ടി തരാം. ഓക്കെ, കാരണം ട്വിൻ ഫ്ലെയിംസിലും നമ്മൾ ലെസൺ പഠിക്കാനുണ്ട്, സോൾമേറ്റിലും നമ്മൾ ലെസൺ പഠിക്കാനുണ്ടാവും. ഓക്കെ, പക്ഷേ ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ നമ്മൾ ലെസൺ പഠിച്ച് നമ്മൾ മേലേക്ക് വരും. ഓക്കെ, കാർമിക്കിൽ ആ ലെസൺ അവസാനിക്കണമെങ്കിൽ ശരിക്കും ഞാൻ അത്രയും ബുദ്ധിമുട്ടാണ്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അത്രയും സ്ട്രോങ് ആവണം എന്നാണ്. പക്ഷെ അത് ബുദ്ധിമുട്ടാണ് ശരിക്കും. കാർമിക്കലിനാണെങ്കിൽ പാഠങ്ങൾ പഠിച്ച് ചിലപ്പോൾ തീരില്ല. ഓക്കെ, നമ്മൾ വീണ്ടും 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 ആ സൈക്കിൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്ലീസ് ഓർമ്മ വയ്ക്കാം. ഓക്കെ, മേ ബി അത് പറയാനുള്ളൊരു ടൈം ആയിരിക്കാം. ഓക്കെ, ഇവിടെ സെഡക്ഷൻ കാണുന്നുണ്ട്, അട്രാക്ഷൻ, ഫ്ലേർട്ടിംഗ്, ഡേറ്റിംഗ്, ഹുക്കിംഗ് അപ്പ്. ഓക്കെ, തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടിയൊക്കെ കോമൺ ആണ്. ഓക്കെ, ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്രയും ഉറപ്പാണ്. സോ തേർഡ് പാർട്ടി ഇവിടെ കാണും. സോറി, ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, ആ സിറ്റുവേഷൻ ഓർത്ത് ഞാൻ ചിരിച്ചു പോയത്. അതങ്ങനെയാണ്. ഓക്കെ, നമുക്കത് ശരിക്കും അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, തേർഡ് പാർട്ടീസ് വരുന്നത് ശരിക്കും ഒരിക്കലും ഒരു മോശം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റാത്ത ലെസൺ നിങ്ങളെ പേഴ്സണിനെ പഠിപ്പിക്കണമെങ്കിൽ തേർഡ് പാർട്ടി തന്നെ വരണം എന്നാണ്. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അവസാനിച്ചത്, നിങ്ങൾ തമ്മിലൊരു എൻഡിങ്ങോ സെപ്പറേഷനോ വന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി കാരണമായിരിക്കാം. തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട് ഇവിടെ. ഫാമിലി ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അഫെയർ ആയിരിക്കാം. ഓക്കെ, ഫ്ലർട്ടിങ് ആവാം, എന്തും ആവാം. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, കറൻ്റ്ലി അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട്. നിങ്ങളൊരു മിസ്സിങ് എനർജിയാണ് എനിക്ക് കാണുന്നത്. എന്ത് തന്നെ റീസൺ കൊണ്ട് നിങ്ങൾ അവസാനിച്ചാലും നിങ്ങളുടെ പേഴ്സൺ അത് നിങ്ങളെ വിട്ടൊന്നും പോവില്ല. ഓക്കെ, ഈ 2 കാർഡ് തന്നെ നമുക്കത് കൺഫർമേഷൻ തന്നു കഴിഞ്ഞു. Ship, cutting ties, moving on. Okay. ഞാനൊന്നും പറയുന്നില്ല. Wow. Oh my God. Seriously. ഒരു ഫൈനൽ കാർഡ് കൂടി ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ലാസ്റ്റ് ഔട്ട്കം എന്ന രീതിയിൽ. ഓക്കെ, ഗുഡ്, ഹെൽത്തി ചോയ്സസ്, ഫൈൻ. ഓക്കെ, സോറി, എനിക്ക് വയ്യ. ഓക്കെ, ഡെത്ത്, സെപ്പറേഷൻ, കോഫിൻ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, യെസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് എന്ന്. നിങ്ങൾ ചിരിക്കാൻ പഠിക്കും, എന്തുണ്ടെങ്കിലും നിങ്ങൾ ചിരിക്കാൻ പഠിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഒരു നമ്മുടെ കയ്യിൽ ഒരു കൺട്രോൾ ഒരു പരിധി വരെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിരി വരും. കാരണം എന്താ, സങ്കടം ഉണ്ട് കേട്ടോ, എനിക്ക് പറയുമ്പോൾ എനിക്കൊരു വിഷമവും ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പ്രത്യേകിച്ച് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് സോൾമേറ്റ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇതൊക്കെ അനുഭവിക്കാതിരിക്കുക, നമുക്ക് അനുഭവിക്കാതെ നിവർത്തിയില്ല. ഓക്കെ, ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ആക്ച്വലി ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുന്നതും നല്ല ബന്ധങ്ങൾ വരുന്നതും ഒക്കെ. അപ്പം നിവർത്തിയില്ല. ഓക്കെ, അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ആ ഫേസ് നിങ്ങൾ കടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കാതെ ഉറപ്പിക്കുക ദാറ്റ്
സോറി ഒരു മിനിറ്റ് വീഡിയോ. മനസ്സിൽ നിങ്ങൾ തന്നെ ഉറപ്പിക്കുക ദാറ്റ് യെസ് ഞങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അതവിടെ എവിടെയും പോവില്ല. ഓക്കെ, വേറെ ഇടയിൽ ആര് വന്നാലും ശരി, എന്ത് വന്നാലും ശരി, എന്ത് എൻഡിങ് ഉണ്ടായാലും ശരി, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഞാൻ വേറെ ലൈഫ് അവർ വേറെ ലൈഫ്, വാട്ട് എവർ ഇസ് ദെയർ, എന്ത് തന്നെ ആണെങ്കിലും ഓക്കെ, ഈ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അൺബ്രേക്കബിൾ ആണ്. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് കൂട്ടിച്ചേർത്തൊരു ബന്ധമാണ്, അതെവിടെയും പോവില്ല. ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ആ സെപ്പറേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, ആ സെപ്പറേഷൻ്റെ ഒരു വശം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഇല്ല എന്നല്ല കേട്ടോ. ഒരു നമുക്ക് കാണാൻ തോന്നും, സംസാരിക്കാൻ തോന്നും, എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കോൺടാക്റ്റ് ഉള്ള ഒരാൾ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ തോന്നുന്ന ഒരാൾ. സോ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ അടുത്താകുന്ന നിൽക്കുമ്പോൾ യെസ് വിഷമം തന്നെയാണ്. പക്ഷെ അതിലും നിങ്ങൾ ആ പോസിറ്റിവിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആവും തോറും യുനോ നിങ്ങൾ അവരെന്നെ വിട്ടു പോവില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ. അത് മാത്രമല്ല, ഞാൻ അവരെ സ്നേഹിക്കുന്ന പോലെ വേറൊരാൾക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി വൈബ്രേഷൻ വരാൻ തുടങ്ങും. അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എനിവേ സോൾമേറ്റ്സ് ആണ്. നിങ്ങൾ വീണ്ടും കൺഫർമേഷൻ വന്നു, ഡബിൾ കൺഫർമേഷൻ. സോ പ്ലീസ് 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 ടേക്ക് ദിസ്. ഓക്കെ, ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യുക, ഈ റീഡിങ് ക്ലെയിം ചെയ്യുക. റീഡിങ് മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്. എന്ത് തന്നെ സംഭവിച്ചാലും അത് വിട്ടു പോവില്ല. ഓക്കെ, എൻഡിങ് വന്നു, തേർഡ് പാർട്ടി വന്നു, അത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും. ഓക്കെ, ആ വിഷമത്തിലും നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിലുണ്ട്, എനിക്ക് അത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അവരെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് തന്നെ എനിക്കൊരു ഭാഗ്യമാണ്. ഓക്കെ, യെസ് എനിക്ക് സിറ്റുവേഷൻ കൊണ്ടിപ്പോൾ ഞങ്ങൾ ഒന്നിച്ചല്ല, ശരിയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാം. ക്ലോക്ക് നീഡിങ് ടൈം, സൈക്കിൾ ടേക്സ് ടൈം എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ അഗെയിൻ ട്വിൻ ഫ്ലെയിംസ് ആയാലും ശരി, ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ഒരുപാട് സൈക്കിൾസ് ഗോ ത്രൂ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഒരുപാട് തവണ നിങ്ങൾ അടുക്കും സെപ്പറേറ്റ് ആവും, അടുക്കും സെപ്പറേറ്റ് ആവും. കാരണം ഓരോ തവണയും നമ്മൾ ഈ സെപ്പറേഷൻ വരുമ്പോൾ നിങ്ങൾ ഓരോ ലെസൺസ് പഠിക്കും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. അല്ലാണ്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾ ബോൾഡ് ആയിക്കൊണ്ടിരിക്കും, നിങ്ങൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും, നിങ്ങളിൽ എന്താണ് മാറ്റാനുള്ളത് എന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഹീലിംഗ് നടക്കും. നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾ മാറി വരും. ഓക്കെ, അതിനുള്ള സമയമാണിത്. സോ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ സമയത്ത് നിങ്ങൾ ഇവിടെ എന്തോ പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ഹീൽ ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, കോഡിപ്പെൻഡൻസി ആണോ, അതായത് പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എനിക്ക് എന്ന രീതിക്കുള്ള ചിന്തയുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? അതോ സെപ്പറേഷൻ്റെ ഫീലിംഗ് ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? അപ്പോൾ എത്രത്തോളം നിങ്ങൾ ആ ബന്ധം ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഇതെൻ്റെ സോൾമേറ്റ് ആണ്, ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണ്, അല്ലെങ്കിൽ ഇതെൻ്റെ പാർട്ട്ണറാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ ഓക്കെ, അവിടെ ആ സെപ്പറേഷൻ നിങ്ങൾ ഫീൽ ചെയ്യില്ല അവിടെ. പക്ഷെ ആ ഫീലിംഗ് വരണമെങ്കിലുണ്ടല്ലോ നിങ്ങൾ അവനവനെ സ്നേഹിക്കണം. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരണം. സെൽഫ് ലവിൽ വന്നാൽ മാത്രമേ, നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വേറൊരു വ്യക്തി അവർ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ തോന്നണം. ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരണം. ഓക്കെ, എനിവേ ഇവിടെ സോ സൈക്കിളിൻ്റെ ടൈം കാണുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തോ ഹീലിംഗ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഇവിടെ നിങ്ങൾ ഹീൽ ആവാനുള്ളത്? നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്ന പേടിയുണ്ടോ? നിങ്ങൾ തനിച്ചായി പോകുന്ന പേടിയാണോ? അതോ മേ ബി അവർക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിലേക്കാണ് അവർക്ക് താല്പര്യം എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. എന്നെ വിട്ടു പോയൊരു വ്യക്തി, അതിപ്പോൾ എത്ര സോൾമേറ്റ് ആയിക്കോട്ടെ, ട്വിൻ ഫ്ലെയിം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, പക്ഷെ അങ്ങനെ നിങ്ങളെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് അവരുടെ നഷ്ടമാണ്. ഓക്കെ, ഇറ്റ്സ് ദെയർ ലോസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കൂ. ഓക്കെ, ആൻഡ് ഇവിടെ ടെഡി ബെയർ ഇൻട്രസ്റ്റഡ് ഇൻ യു, ബ്ലൂമിങ് റൊമാൻസ്, ഫ്ലർട്ടിങ്, വാണ്ട് ടു ഡേറ്റ്. ആൻഡ് ഇവിടെ ഫൈനൽ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾ തന്നെയാണ് വേണ്ടത്, തേർഡ് പാർട്ടി ഒന്നുമല്ല. അതിങ്ങനെ ഒരു ഇടയിലൊരു ഒരു ഡിസ്ട്രാക്ഷൻ വന്നു പോയി. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത് തേർഡ് പാർട്ടിയാണ്. നിങ്ങളെ ലെസൺ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. പക്ഷെ നിങ്ങൾ തേർഡ് പേഴ്സണെ ആര് പഠിപ്പിക്കും? തേർഡ് പാർട്ടി പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, സോ ഇവിടെ ഷിപ്പ് ഉണ്ട്, മൂവിങ് ഓൺ ആണ്, കട്ടിംഗ് ടൈസ്, മൂവിങ് ഓൺ, റിസീവിങ് വാട്ട് യു നീഡ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആക്ച്വലി മുന്നോട്ട് ഒരു പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന രീതിക്ക് എടുക്കാം. ആക്ച്വലി തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു വരുന്നതും ആയിരിക്കാം, അങ്ങനെയും പറയാം കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്യുന്ന തരത്തിലും നമുക്ക് എടുക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഡേറ്റ് വീണ്ടും വന്നു, ഇവിടെയും ഡേറ്റ് ഉണ്ടായിരുന്നു. സോ യെസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഡേറ്റിംഗ്, കുറച്ച് സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ഡേറ്റിംഗ് ചെയ്യും. നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാനും മീറ്റ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക്
സോറി എന്താ പറയുക, നിങ്ങൾ ഒരു മീറ്റിംഗ് എന്തായാലും പോസിബിൾ ആണ്. മീറ്റിംഗ്, വിളിക്കൽ, മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിബിൾ ആണ്. ആൻഡ് ഹെൽത്തി ചോയ്സസ് നിങ്ങളുടെ ആക്ച്വലി നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് സെൽഫ് ലവിലേക്ക് വരാം, സെൽഫ് കെയറിലേക്ക് വരാം, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ വാല്യൂ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ പേഴ്സൺ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ പോയിട്ട് വാ, ബൈ ബൈ എന്ന് പറഞ്ഞ് വിട്ടാൽ അപ്പോഴേ അവരെ ചേസ് ചെയ്യാതിരിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അതേസമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. അങ്ങനെ ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുമ്പോൾ, അങ്ങനെ വിട്ട് കളയുമ്പോണ്ടല്ലോ, അപ്പോഴായിരിക്കും അവർ തോന്നുന്നത് ഇത് എന്താണ് എൻ്റെ പിന്നാലെ വരാത്ത എന്നൊന്ന് ചിന്തിക്കും. ഓക്കെ, ആക്ച്വലി അത് മാത്രമല്ല കേട്ടോ, അങ്ങനെ നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ അവരും അത് മനസ്സിലാക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യം, ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങളെ ചൂസ് ചെയ്യുന്ന ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, ആൻഡ് അത് മിക്കവാറും ഈ പേഴ്സൺ തന്നെയാണ്, വേറെ ആരുമല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. എന്തായാലും വളരെ വിചിത്രമായ റീഡിങ്സ് ആണ് ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് വരുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.